വെൽക്കം ടു അനദർ ഇൻഫോർമേറ്റീവ് വീഡിയോ ഓഫ് ഹയാത്ത് ഓഫ് മീ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ +2 സയൻസിലെ ഓരോ റെക്കോർഡും എങ്ങനെ എഴുതും എന്നുള്ള ഒരു സീരീസാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ എന്നാലും ഇന്ന് നമ്മൾ ബോട്ടണിയിലാണ് കേട്ടോ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. ഇനി ഓരോ ദിവസമായിട്ട് ഓരോ റെക്കോർഡ് എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ എന്നാലും ആദ്യം തന്നെ ഞാൻ പൊതുവായിട്ട് എല്ലാ റെക്കോർഡുകൾക്കും വേണ്ടി പറയുകയാണ്, നിങ്ങൾ എല്ലാ റെക്കോർഡും മസ്റ്റായിട്ടും പൊതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം നിങ്ങൾക്കിത് ഈ കൊല്ലം മുഴുവൻ ഓടിക്കാനുള്ളതാണ്. അപ്പം ഇത് മാക്സിമം ലാസ്റ്റ് വരെ നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് പൊതിഞ്ഞതിന് ശേഷം ആ ഒരു റെക്കോർഡിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾ നിങ്ങളുടെ പേരും അതുപോലെ തന്നെ നിങ്ങളുടെ റോൾ നമ്പറും ക്ലാസ്സും എഴുതാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ ടീച്ചറുടെ കയ്യിൽ നിന്നൊക്കെ നിങ്ങളുടെ റെക്കോർഡ് പെട്ടെന്ന് തന്നെ കണ്ടെത്താനും അതിൽ പെട്ടെന്ന് തന്നെ സൈന് വാങ്ങിക്കാനും നിങ്ങളുടെ റെക്കോർഡുകൾ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കാനൊക്കെ അത് നിങ്ങളെ സഹായിക്കും. ഓക്കെ, ഇനി നമുക്ക് ബോട്ടണിയുടെ റെക്കോർഡ് എങ്ങനെ എഴുതാമെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ പറയാണ്, ഞാൻ ഈ ഒരു റെക്കോർഡ് മുഴുവൻ എഴുതിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലാബ് മാനുവലിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ്. ഈ മാനുവൽ നമുക്ക് സ്കൂളിൽ നിന്ന് തന്നിട്ടുള്ളതാണ്. പിന്നെ ഞങ്ങളെ സാറ് ഞങ്ങൾ എങ്ങനെയാണ് ഓരോ റെക്കോർഡും, അതായത് ഇപ്പോൾ ഈ ഒരു ബോട്ടണിയുടെ റെക്കോർഡ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള ഓർഡർ ഞങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻഡെക്സ് പേജിൽ നിങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു പ്രിൻറ്റിൽ എങ്ങനെയാണോ തന്നിട്ടുള്ളത് അതേ ഓർഡറിലാണ് നിങ്ങൾ എഴുതേണ്ടത്. കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ പേജ് നമ്പേഴ്സ് ഇത്ര മുതൽ ഇത്ര വരെയുള്ള പേജിലാണത് എന്നുള്ളത് നിങ്ങൾ അതിനകത്ത് മാർക്ക് ചെയ്യുകയും കൂടെ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ഇൻഡെക്സ് പേജുകൾ നമ്മൾ ഏറ്റവും ലാസ്റ്റിൽ നമ്മൾ സൈൻ വാങ്ങുന്നതിൻ്റെ 2 ദിവസം മുന്നേക്കാണ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ ഫസ്റ്റ് ഇയർ പ്രാക്ടിക്കൽസ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഇയറിലെ പ്രാക്ടിക്കൽ ആണ് നമ്മൾ ആദ്യം തന്നെ എഴുതുന്നുള്ളത്. അപ്പം ഓരോ ഓർഡേഴ്സും, അതായത് എങ്ങനെയാണ് ഓരോ പേജിലും നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ നമുക്കൊരു മൈക്രോസ്കോപ്പാണ് വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം മൈറ്റോസിസിൽ ഓരോ ഫേസസ് ആണ് കാണിക്കുന്നുള്ളത്. അപ്പം ഈ സൈഡിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എഴുതുന്നു. അടുത്ത സൈഡിലായിട്ട്, എനിക്ക് സൈഡ് കറക്റ്റായിട്ട് പറയാൻ അറിഞ്ഞൂടാ, എനിക്ക് തോന്നുന്നു വലതുവശത്താണ് നമ്മൾ ചിത്രം വരയ്ക്കുന്നത്, ഇടതുവശത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, എഴുതാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു എഴുതാനുള്ള പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് സാറ് തന്നെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. അതായത് കഴിഞ്ഞ കൊല്ലത്തെ ഈ ഒരു റെക്കോർഡിൽ എങ്ങനെയാണോ എഴുതിയിട്ടുള്ളത് അതേപോലെ തന്നെ എഴുതാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഓരോ പേജസിലും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് നല്ല കൃത്യമായിട്ട് തന്നെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. ഓരോ പേജും കൃത്യമായിട്ട് കാണുന്ന രീതിയിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോറാവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ അത് സ്പീഡിൽ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ നമുക്ക് ഈ ഒരു രണ്ട് ഷീറ്റും ഇതുപോലെ ഫ്രീ ആയിട്ടുള്ള വരകളൊന്നും ഇല്ലാത്ത ഭാഗത്താണ് നമ്മൾ വരയ്ക്കുകയും എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് എക്സ്പെരിമെൻറ്റുകളാണ് ഈ ഒരു വരയുള്ള ഭാഗത്ത് നമുക്ക് എഴുതാനുണ്ടായിരുന്നത്. എക്സ്പെരിമെൻ്റ് ഉണ്ട്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിരുന്ന ഈ ഒരു പിക്ചേഴ്സും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഇടതുവശത്തായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി ഇതായിരുന്നു ഞങ്ങളുടെ ബോട്ടണിയുടെ എക്സാമിൻ്റെ പേപ്പർ എന്ന് പറയുന്നത്. ഏകദേശം എല്ലാവരുടെയും പേപ്പർ ഇങ്ങനെയായിരിക്കും. എന്നിട്ട് ടീച്ചേഴ്സ് പറയുമായിരിക്കും ഏതാണ് നമുക്ക് വന്നിട്ടുള്ള പിക്ചേഴ്സ് ഏതാണ്, എക്സ്പെരിമെൻ്റ് ഏതാണ് എന്നുള്ളതൊക്കെ ടീച്ചേഴ്സ് പറയുമായിരിക്കും. അത് നമ്മൾ പെൻസിൽ വെച്ചിട്ട് മാർക്ക് ചെയ്യുമായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇനി എല്ലാ റെക്കോർഡുകളും നിങ്ങൾ, അതായത് പ്രത്യേകിച്ച് ചിത്രങ്ങൾ വരയ്ക്കുന്ന റെക്കോർഡുകളിൽ നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, മാക്സിമം എക്സ്റേ ഷീറ്റ് പോലുള്ള കട്ടിയുള്ള എന്തെങ്കിലും ഷീറ്റ് താഴെ വെക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് പേജിലേക്കൊക്കെ മൊത്തത്തിൽ പടർന്നിട്ട് അടുത്ത ചിത്രം